സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് അദൃശ്യനായ യേശുവിനെ ദൃശ്യമാക്കുവാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് മിറാക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? You must go out and preach the word of God, then the miracles will be automatically produced. Hallelujah. പ്രിയപ്പെട്ടവരെ, ഗിദെയോൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, എവിടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നുവെന്ന് പറയുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും? ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എവിടെയാണ്? ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞു, നീ പോയി ആ ഗിദെയോനോട് പറയുക. ഹല്ലേലൂയ. നീ പോയി ആ ഗിദെയോനോട് പറയുക, യു ഗോ ആൻഡ് പ്രൊഡ്യൂസ് ദ സെയിം. നീ പോയി ഫലം പുറപ്പെടുവിക്കുക. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. സ്നേഹത്തോടെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ ഒരു അത്ഭുത പ്രവൃത്തി നിനക്ക് കാണണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആദ്യം ദേശം വിട്ട് പുറത്തു വരണം. ഹല്ലേലൂയ. ദേശം വിട്ട് പുറത്തു വരണം. മിഷൻ ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലണം. പ്രിയപ്പെട്ടവരെ, അക്വേറിയത്തിൽ നിന്ന് മീൻ പിടിക്കാൻ മിഷൻ ബോട്ടിൻ്റെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. സ്നേഹത്തോടെ പറയാമോ? ഹല്ലേലൂയ. അക്വേറിയത്തിൽ നിന്ന് മീൻ പിടിക്കാൻ നിങ്ങൾക്ക് മിഷൻ ബോട്ടിൻ്റെ ആവശ്യമില്ല, വള്ളത്തിൻ്റെ ആവശ്യമില്ല, ചൂണ്ടയുടെ ആവശ്യമില്ല. കൈ കൊണ്ട് പിടിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പോൾ മുറ്റത്ത് നിന്ന് അക്വേറിയത്തിൽ നിന്ന് പിടിക്കാനായിട്ടിരിക്കുന്നവർ പ്രിയപ്പെട്ടവരെ കൈ കൊണ്ട് പിടിച്ചാൽ മതി. അതുകൊണ്ടാണ് മിഷൻ ബോട്ട് വരാത്തത്. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കാവശ്യമായതെല്ലാം തരുവാൻ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിന് വേണ്ടി നാം നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരും. നാം നിസ്സഹായതയുടെ അവസ്ഥയിലെത്തുമ്പോൾ സഹായകൻ കടന്നു വരും. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ഒരു സഹായകനെ അയക്കും. എന്തിനാണ്? ഞാൻ നിങ്ങൾക്കായി ഒരു സഹായകനെ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ചെയ്താലല്ലേ നമുക്ക് സഹായം ആവശ്യം വരുള്ളൂ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. സ്നേഹത്തോടെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിക്കണേ. ഞാനിത് പറഞ്ഞത് നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ല എന്നല്ല. ഹല്ലേലൂയ. നിങ്ങൾ ഒരു ലാപ്പ് നന്നായിട്ട് ഓടിക്കഴിഞ്ഞവരാണ്, ഒരു ടേക്ക് നന്നായിട്ട് എടുത്തവരാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മൈൽ നന്നായിട്ട് ഓടിയവരാണ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ഇന്ന് നിങ്ങളെ വിളിക്കുന്നത് രണ്ടാമത് ഒരു മൈലും കൂടെ ഓടാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ രണ്ടാമത്തെ ഓട്ടത്തിലാണ് ഈ അത്ഭുത പ്രവൃത്തികളുടെ പുതിയ പേമാരി നിങ്ങൾ കൈവരുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇനി പുതിയതൊന്ന് ലഭിക്കുവാൻ വേണ്ടി കാത്തിരിക്കരുത്, മറിച്ച് എന്ത് ചെയ്യണം? ഇറങ്ങി പുറപ്പെടണം. ഹല്ലേലൂയ.
നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചേർന്ന് വരും. പ്രിയപ്പെട്ടവരെ, നോൺ കോംപ്രമൈസിങ് സ്ട്രാറ്റജി നമുക്കുണ്ടാവണം. ക്രിസ്തുവിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുവാൻ പറ്റണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, നോൺ കോംപ്രമൈസിങ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, 3 യുവാക്കന്മാർ, രാജാവ് ഇങ്ങനെ കൽപ്പിച്ചു, എന്താണ്? എല്ലാവരും ഞാൻ ഉണ്ടാക്കിയ പ്രതിമയെ വണങ്ങണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രാജാവ് കൽപ്പിച്ചു, സകല ജനവും എന്ത് ചെയ്തു? വണങ്ങി. 3 പേര് മാത്രം ദാണ്ടെ മയിൽക്കുറ്റി പോലെ നേരെ നിൽക്കുന്നു. ഹല്ലേലൂയ. ഉറ പറയാമോ? ഹല്ലേലൂയ. സ്നേഹത്തോടെ പറയാമോ? ഹല്ലേലൂയ. ദാനിയേലിൻ്റെ പുസ്തകം പ്രിയപ്പെട്ടവരെ 3-ാം അധ്യായം. അവർ 3 പേര് മാത്രം നിന്നു. രാജാവ് ദാനിയേലിന് ചോദിച്ചു, ഇവരെന്താണ് ഈ ചെയ്തത്? ഇവരെന്താണ് ഞാനുണ്ടാക്കിയ ഈ പ്രതിമയെ വണങ്ങാത്തത്? പ്രിയപ്പെട്ടവരെ, അവരിങ്ങനെ പറഞ്ഞു, നീ ഞങ്ങളെ തീച്ചൂളയിൽ എറിഞ്ഞാലും ഞങ്ങളെ രക്ഷിക്കുവാൻ ആർക്ക് കഴിയും? സൈന്യങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. ഇനി അവൻ ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ വണങ്ങയില്ല. പ്രിയപ്പെട്ടവരെ, അവരെ തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെട്ട അവരുടെ അരികിലേക്ക് പ്രിയപ്പെട്ടവരെ 4ാമതൊരുവൻ അവരോട് കൂടെ ഇറങ്ങി വരുന്നത് ആ രാജാവ് കണ്ടു. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. സ്നേഹത്തോടെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ ദേശത്ത് യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിലകൊണ്ടത് കൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ ദൃശ്യമായ സാന്നിധ്യം വെളിവാക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ ദൃശ്യ സാന്നിധ്യത്തിലൂടെ 1-2 പേരെയല്ല, ഒരു രാജാവിനെയും ഒരു രാജ്യത്തെയും മുഴുവൻ അവർ നേടിയെടുത്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ദേശം മുഴുവൻ നേടണമെങ്കിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം, റിസ്ക് എടുക്കുവാൻ തയ്യാറാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ചിലപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. ഒരുപക്ഷെ കേരളത്തിലെ സാഹചര്യത്തിൽ ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ചിന്തിക്കുക, കേരളത്തിലൊരു രാജാവും ഒരുപക്ഷെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നിയമം വരുവാണ്, യു ആർ നോട്ട് സപ്പോസ് ടു എന്താ പറയുക, അഡോർ എനി അതർ ഗോഡ്, ഓൺലി ദ ഗോഡ് വിച്ച് ദേ പ്രൊഡ്യൂസ്. ഹല്ലേലൂയ. അവർ തരുന്ന ഒരു സ്വർണ്ണബിംബത്തെ ആരാധിക്കണം. നമ്മളെന്ത് ചെയ്യും? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പുതിയ സ്ട്രാറ്റജീസ് കണ്ടെത്താൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആരാധിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു വിദേശ സ്ഥലത്തേക്ക് പോവുകയാണ് യേശുവിന് വേണ്ടി. അവിടെ ചെല്ലുമ്പോൾ പറയാണ്, നിങ്ങൾ അവിടുത്തെ മതത്തിൻ്റെ രീതികൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയ ചില കാര്യങ്ങൾ കണ്ടെത്തും. അത് പ്രത്യേകിച്ച് നമ്മൾ രാജ്യത്തായതുകൊണ്ടും രാജ്യത്തിൻ്റെതായ നിയമങ്ങൾ പാലിക്കുവാൻ നമുക്കും ബാധ്യസ്ഥത ഉള്ളതുകൊണ്ടും ഹല്ലേലൂയ എന്ത് ചെയ്യണം? സ്വാഭാവികമാണ്. ഉദാഹരണം, ഇപ്പോൾ ഇവിടെ അങ്ങനെ സിറ്റുവേഷൻ വന്നു, ഇവിടെ ഒരു 3 യുവാക്കന്മാർ എഴുന്നേറ്റ് നിന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും പറയത്തില്ല, ഞാൻ പുറത്തുള്ളവരെ കുറിച്ചാണ് പറയുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ചില ചേട്ടന്മാർ ഇങ്ങനെ അഡ്വൈസ് ചെയ്യും യുവാക്കന്മാരോട്, അതേ മക്കളെ, നിങ്ങൾ വിവേകം ഉള്ളവർ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങളെ മനസ്സിലാക്കി പെരുമാറണമെന്ന്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ രാജ്യങ്ങളെ നമുക്ക് നേടാൻ കഴിയാതെ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, 1-ാം മൈൽ നമ്മൾ ഓടിത്തീർത്തു, 2-ാം മൈലിൽ ദൈവം നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ 3 യുവാക്കന്മാർ എഴുന്നേറ്റ് നിന്നു, അവരെ വിളിച്ചു. എന്നാൽ പിന്നെ ദാനിയേൽ രാജ്യസഭയിൽ അംഗത്വമുള്ള ഒരാളാണ്. എന്നാൽ രാജാവിന് ദാനിയേലും കൂടെ കൂട്ടി ഒരു ഡിസ്കഷൻ വെച്ച് എങ്ങനെയെങ്കിലും രാജാവിനോട് പറഞ്ഞു കോംപ്രമൈസ് ചെയ്ത് തീർക്കാമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവർ കോംപ്രമൈസിന് തയ്യാറായില്ല. പകരം അവർ സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിന് വേണ്ടി നിന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദാനിയേലിനെ ചതിക്കുവാനായി കെണികൾ ഒരുക്കിയപ്പോൾ ദാനിയേൽ ഭവനത്തിലേക്ക് പോയി അവൻ കൃത്യമായി അനുഷ്ഠിച്ചിരുന്നത് പോലെ തന്നെ സൈന്യങ്ങളുടെ ദൈവത്തെ ആരാധിച്ചു.
പകരം ദാനിയേലിന് വേണമെങ്കിൽ ഇങ്ങനെ വിചാരിക്കാമായിരുന്നു, ഞാൻ ഇപ്പോൾ ഈ സഭയിൽ MP ആയതുകൊണ്ടും ഞാൻ പ്രത്യേക ഒരു പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ടും ഇത് എൻ്റെ ദൈവജനത്തിന് വളരെ മനോഹരവും അവർക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ ഞാൻ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക പൊസിഷനിൽ ഇരിക്കുന്നത് നല്ലതായതുകൊണ്ടും ഞാൻ എന്ത് ചെയ്യാം ഇത്തവണ. പക്ഷെ ഞാൻ വണങ്ങുന്നില്ല, ഞാൻ മനസ്സിൽ വണങ്ങുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദാനിയേൽ അത് ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ ദാനിയേൽ എന്ത് ചെയ്യപ്പെട്ടു? സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടു. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സിംഹക്കുഴിയിൽ എറിയപ്പെട്ടതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് സിംഹക്കുഴിയിലേക്ക് ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് കാണാതെ പോകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ഇതുവരെ സിംഹക്കുഴിയിൽ ഇറങ്ങിയിട്ടില്ല. തീച്ചുളയിലേക്ക് എറിയപ്പെടുവാൻ നാം നിന്ന് കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണോ നീ നിന്നെ തന്നെ തീച്ചുളയിലേക്ക് എറിയപ്പെടുവാൻ വിട്ടുകൊടുക്കുന്നത്, അവിടെ ദൈവത്തിൻ്റെ പുതിയ അത്ഭുത പ്രവൃത്തികൾ നീ കാണും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇറങ്ങി പുറപ്പെടുവാൻ വേണ്ടി തയ്യാറാവാം. ഞാനൊരു എക്സ്പീരിയൻസോട് പറഞ്ഞു നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇവിടെ തന്നെ ഒരു ഒന്ന് രണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 1.5 വർഷമായിട്ടുണ്ടാവും, ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പ്രിയ ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പിൽ അച്ഛനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നായിക്കമ്പറമ്പിൽ അച്ഛൻ അന്ന് ഉപവാസ പ്രാർത്ഥന ലീഡ് ചെയ്തു. ഞാൻ പുറകിലിരുന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇങ്ങനെ പറഞ്ഞു, വിവാഹ വിരുന്നിൻ്റെ ഉപമ കർത്താവ് സന്ദേശമായി തന്നു. 2 തവണ വായിച്ചു വെച്ച് ഞാനിങ്ങനെ പറഞ്ഞു, ഇത് പല തവണ വായിച്ചിട്ടുള്ളതാണല്ലോ. ഹല്ലേലൂയ. എന്നാൽ വീണ്ടും അതേ സന്ദേശം ലഭിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കയ്യിലിരുന്നൊരു ബുക്കിൽ കർത്താവ് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഉടനെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നീ ഇന്ത്യയിൽ കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും സഞ്ചരിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, കർത്താവെ. കർത്താവിന് പറഞ്ഞു, വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും സഞ്ചരിക്കാം. ഹല്ലേലൂയ. അപ്പം ഞാൻ മനസ്സിൽ കണക്കൂട്ടിയിട്ട് പറഞ്ഞു, കർത്താവെ ശരിയാണ്, പക്ഷെ വടക്കോട്ട് അത്ര ഇതുവരെ നമ്മൾ പോയിട്ടില്ല. ഹല്ലേലൂയ. പോയിട്ടുള്ള ബോംബെ വരെയൊക്കെ പോയി നിന്നിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. ഇപ്പോൾ ഇത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയ സമയത്ത് തന്നെ പ്രിയപ്പെട്ടവരെ, ഒരാൾ വന്നിട്ട് പറഞ്ഞു, സഹോദര, ഗുജറാത്തിലൊരു പ്രോഗ്രാം ഉണ്ട്, വരാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഗുജറാത്തിൽ പോയി പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുജറാത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് നീ പറഞ്ഞല്ലോ വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഒക്കെ പോകുമെന്ന്, പക്ഷേ ഇതിപ്പോൾ ഒരു സൈഡ് വരെ ആയിട്ടുള്ളൂ, അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, കൃത്യം ആ സമയത്ത് തന്നെ ഒരു ഫോൺ കോൾ വന്നു. അത് ആസാമിൽ നിന്നും ആയിരുന്നു. ഹല്ലേലൂയ. ഉറപ്പ് പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വിവിധ പിന്നത്തെ 1 മാസം സമയം കൊണ്ട് പ്രിയപ്പെട്ടവരെ, വടക്കും തെക്കുമായി പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്യപ്പെട്ടു. ഞങ്ങളത് തിരിച്ചു വന്നു. ജൂലൈ മാസം ഞങ്ങൾ ഇവിടുന്ന് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു. ജൂലൈ 1-ാം തീയതി ഇവിടെ നിന്ന് ഇറങ്ങി പ്രിയപ്പെട്ടവരെ, ആസാമിൽ പോയി, മേഘാലയയിൽ പോയി, ഗുജറാത്തിൽ പോയി, വീണ്ടും കേരളത്തിൽ വന്നു, വീണ്ടും ഗുജറാത്തിൽ പോയി. ഹല്ലേലൂയ. ഉറപ്പ് പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് പറയുവാനല്ല. ഹല്ലേലൂയ. എന്നാൽ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ട സമയത്ത് ഞങ്ങൾ ജൂലൈയിൽ 1 മുതൽ 29 വരെ ഇറങ്ങി തിരിച്ചു. 1 മാസത്തെ യാത്രയാണ്. കൂട്ടത്തിലൊരു പാട്ടുകാരനാണ്, വേറൊരാളും കൂടെ വരാമെന്ന് പറഞ്ഞു. സമയത്ത് വരാൻ പറ്റിയില്ല. ഇപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് മിഷൻ പ്രദേശങ്ങളിലൂടെ. അങ്ങനെ ഞങ്ങളൊരു രൂപതയിൽ ചെന്നു. ഇപ്പോൾ ആ രൂപതയിലെ യുവജന ധ്യാനമാണ് അന്ന് ക്രമീകരിച്ചിരിക്കുക. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്കറിയില്ല ഇത്ര വലിയൊരു പ്രോഗ്രാം അവർ ക്രമീകരിച്ചിട്ടുണ്ടെന്ന്. സാധാരണ ഈ മിഷന് പോകുന്നത് അവിടെ ചെല്ലുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ കാണുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചില പ്രോഗ്രാമുകളുണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ചെയ്യുന്നു. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, കർത്താവെ, ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് 3 ദിവസത്തെ താമസിച്ചുള്ള യുവജന ധ്യാനമാണ്. എന്നാൽ 3 ദിവസം താമസിച്ചുള്ള യുവജന ധ്യാനം ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ളത് തിരിച്ചറിയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതും പോരാഞ്ഞിട്ട് ഞാനും എൻ്റെ പാട്ടുകാരനും കൂടെ കയറി ചെല്ലുന്ന സമയത്ത് അവിടുത്തെ യുവജനത്തിൻ്റെ ചാർജുള്ള അച്ഛൻ മുഖത്ത് നോക്കിയിട്ടൊരു ചോദ്യം ചോദിച്ചു, പാട്ടുകാരൊക്കെ വന്നു, ഇനി സ്പീക്കേഴ്സ് എപ്പോഴാണ് വരുന്നതെന്ന്. ഹല്ലേലൂയ. ഉറപ്പ് പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മിഷൻ യാത്രയൊക്കെ നടത്തി വലിയ പ്രീച്ചറൊക്കെ ആയിട്ട് കൂടുതലൊരു പാട്ടുകാരനും കൂടെ ചെല്ലുമ്പം അച്ഛൻ ഒരൊറ്റ ചോദ്യത്തിൽ നമ്മുടെ ആ കത്തി നിന്ന ഉണ്ടായിരുന്ന കോൺഫിഡൻസ് അതുപോലെ അങ്ങ് പോയി. ഞാൻ വിചാരിച്ചു, കർത്താവേ, ഇനി ആരെ സംഘടിപ്പിക്കും? 3 ദിവസം കൊണ്ട് ശുശ്രൂഷയ്ക്ക് എവിടെ നാളെ കൊണ്ടുവരും? ഞാൻ എൻ്റെ പാട്ടുകാരനെ മുറി കേട്ടിട്ട് പറഞ്ഞു, ഞാൻ പറയാതെ ചായ കുടിക്കാൻ പോലും നീ പുറത്തിറങ്ങിയേക്കരുത്. ഹല്ലേലൂയ. കാരണം ഇവൻ പുറത്തിറങ്ങിയാൽ ആരെങ്കിലും വിളിച്ച് ഇവനെ ക്വസ്റ്റ്യൻ ചെയ്താൽ എവിടുന്നാണ് വരുന്നത്, എങ്ങനെയാണ്, ആര് വരും, ഇനി സ്പീക്കേഴ്സ് എവിടെയെന്നൊക്കെ ചോദിച്ചാൽ ഇവൻ എന്തൊക്കെ പറയുമെന്നറിയില്ല. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട അവനെ കയറ്റി മുറിയിലടച്ചു. ഞാൻ തൊട്ടിപ്പുറത്ത് മുറിയിൽ കയറി, ഞാൻ കഥകടച്ചു. പ്രിയപ്പെട്ട ഞാനിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവെ നീ രക്ഷിക്കണം. ഹല്ലേലൂയ. വേറൊരു മാർഗ്ഗവും ഇല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കട്ടിലിൻ്റെ സൈഡിൽ മുട്ടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നൊരു ശബ്ദം. ആ ശബ്ദം എങ്ങനെയായിരുന്നു? ഐ വിൽ ഡു ദ പ്രോഗ്രാം ആൻഡ് യു വിൽ അസിസ്റ്റ് മീ. ശരി കർത്താവേ, ഐ ആം റെഡി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ റെഡി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉടനെ ചോദിച്ചു, എന്താണ് ആദ്യത്തെ പരിപാടി? ഹല്ലേലൂയ. പ്രോഗ്രാം ചെയ്യുന്ന ആൾ വേണമല്ലോ എല്ലാം പറഞ്ഞു തരാൻ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ആദ്യത്തെ പരിപാടി? അപ്പോൾ ഉടനെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കി ഒരു കാര്യം വന്നു. ഒരു വോളണ്ടിയേഴ്സ് മീറ്റിംഗ് വിളിക്കണം. ഞാൻ പുറത്ത് കതവ് തുറന്നു. പുറത്ത് കണ്ട ആദ്യത്തെ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ, ഇന്ന് വൈകുന്നേരം കുട്ടികൾ വരും. അന്ന് തുടങ്ങുന്നില്ല, പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ പുറത്തുനിന്ന് വന്നിട്ട് തുടങ്ങുക. അപ്പം വൈകുന്നേരം എല്ലാ കുട്ടികളെല്ലാം സെറ്റിൽഡായി കഴിയുമ്പോൾ ഒരു വോളണ്ടിയേഴ്സ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇവിടെ വൈകുന്നേരം വോളണ്ടിയേഴ്സ് മീറ്റിങ്ങിന് പറയാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവ് തന്ന വചനമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. വോളണ്ടിയേഴ്സ് മീറ്റിങ്ങിനായിട്ട് ധൈര്യത്തോടെ പോവുകയാണ്. ഞാൻ ചെന്നപ്പോൾ ഒരു 10-18 സിസ്റ്റേഴ്സും 4 അച്ഛന്മാരും ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു യുവാവായ എൻ്റെ ഉണ്ടായിരുന്ന കോൺഫിഡൻസ് പിന്നെയും പോയി. ഞാൻ ചോദിച്ചു, വോളണ്ടിയേഴ്സ്? അപ്പോൾ യുവജനത്തിൻ്റെ ചാർജുള്ള അച്ഛൻ എന്ന് പറഞ്ഞു, അത് ഈ പ്രോഗ്രാം എല്ലാ യുവാക്കളും കൂടേണ്ടതുകൊണ്ട് ഞങ്ങൾ ഇത്രയും സിസ്റ്റേഴ്സും അച്ഛന്മാരുമാണ് വോളണ്ടിയേഴ്സ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കിട്ടിയ ധൈര്യമൊക്കെ എടുത്ത് ഉണ്ടായിരുന്ന വചനമൊക്കെ വായിച്ച് ഞാൻ അവരോട് വചനമൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം സത്യം പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ സത്യം തിരിച്ചറിയണം. നാട്ടിൽ നിന്ന് പാട്ടുകാരനായി എൻ്റെ കൂടെ വന്നൊരു സഹോദരനും പാട്ട് പോലും പാടാനറിയാത്ത ഞാനുമാണ് കൂടെയുള്ളത്. ഹല്ലേലൂയ. ഉറപ്പായും ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ ഇരുന്ന 1-2 പേരുടെ മുഖം വാടുന്നതും ചിലർ പുഞ്ചിരിക്കുന്നതും ഞാൻ കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് തോന്നി, എന്താണ്, ഉടനെ എവിടെയൊക്കെയോ നമ്മുടെ ക്രിസ്ത്യൻ ധ്യാനത്തിലൊക്കെ വന്ന് കൂടിയിട്ടുള്ള 1-2 സിസ്റ്റേഴ്സ് ഞങ്ങളോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളിപ്പോൾ തന്നെ ആരാധന ആരംഭിക്കുകയായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവർ അപ്പം തന്നെ പറഞ്ഞു, ഞങ്ങളിതാ ആരാധന ആരംഭിക്കുകയായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഉണർവുണ്ടായിരുന്ന സിസ്റ്റേഴ്സ് ഒരു ചാടി എഴുന്നേറ്റ് പറഞ്ഞു. അവർക്കൊരു കാര്യം മനസ്സിലായി. ആരാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? കർത്താവാണ്, പരിശുദ്ധാത്മാവാണ് കാര്യം ചെയ്യുക. ഹല്ലേലൂയ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, പരിശുദ്ധാത്മാവ് പ്രോഗ്രാം ഏറ്റെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചില ആൾക്കാർ എന്നെ രൂക്ഷമായി ഒന്ന് നോക്കി. ഹല്ലേലൂയ. അതൊക്കെ കുഴപ്പമില്ല. ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ പ്രിയപ്പെട്ടവരെ പ്രോഗ്രാം ആരംഭിക്കാനായി റെഡിയായി, എല്ലാം റെഡിയായി, ആൾക്കാർ കുട്ടികളെല്ലാം റെഡിയായി വന്നിരുന്നു. ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് അവരൊരു സ്വീകരണ കമ്മിറ്റി ഒരുക്കി. ഉദ്ഘാടനം നടക്കുകയാണ്. ഉദ്ഘാടനം നടന്നു, ഉദ്ഘാടന പ്രസംഗം നടന്നു, ആശംസ പ്രസംഗം നടന്നു. അതിനുശേഷം വന്നവരെ പ്രത്യേകം മാലയിട്ട് സ്വീകരിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് പാട്ടുകാരനെ വിളിച്ചു, മാലയിട്ട് സ്വീകരിച്ചു. എന്നെ വിളിച്ചു, ഞാൻ മാലയിട്ട് സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷം കൂടി. മാലയൊക്കെ സ്വീകരിച്ച് ഞാൻ സൈഡിൽ വന്നിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു ചോദ്യം കൂടെ ചോദിച്ചു. അല്ല, ആരാ പ്രോഗ്രാം ചെയ്യുന്നതെന്ന്? ആരാ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് പറഞ്ഞേ. അപ്പോൾ സ്വീകരണ കമ്മിറ്റി ആർക്ക്? പ്രോഗ്രാം ഞാനും, സ്വാഗതം നിനക്കുവോ? അതെന്ത് ഏർപ്പാട്? പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ ഇരുന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, പരിശുദ്ധാത്മാവേ, ഇപ്പം ശരിയാക്കി തരാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വീകരണ കമ്മിറ്റി എല്ലാം കഴിഞ്ഞ് അവർ ഒഫീഷ്യലായിട്ട് മൈക്ക് കൈമാറുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഒഫീഷ്യലായിട്ട് മൈക്ക് കൈമാറി സ്റ്റേജിൽ വന്ന ഉടനെ ആത്മാവ് ഉണർത്തി ഞാനിങ്ങനെ പറഞ്ഞു, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. സത്യത്തിൽ ഈ പ്രോഗ്രാം നടത്തുവാനായി ഞങ്ങൾ 3 പേരാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. അച്ഛൻ വട്ടം നോക്കി, ഇമാര് പറ്റിച്ചോ, ഒരാൾക്കും കൂടെ സഹകരണം പറയേണ്ടതായിരുന്നല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു 3 പേരാണ് വന്നിരിക്കുന്നത്. അതിലൊന്ന് ബഹുമാനപ്പെട്ട പാട്ടുകാരനാണ്, 2 ഈ പാവപ്പെട്ട ദാസനാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ 3ാമതായി വന്നവനാണ് ഈ പ്രോഗ്രാം ലീഡ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ 3ാമതായി വരുന്ന വ്യക്തിയാണ് ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം സുവിശേഷം പറഞ്ഞിട്ടുള്ളത്. ഈ 3ാമതായി വന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തി വളരെ പ്രമുഖനാണ്, വളരെ ഫേമസ് ആണ്. ഈ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും യേശുവിൻ്റെ നാമം പ്രഘോഷിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യൂത്തിനൊക്കെ വളരെ ആകാംക്ഷയായി ലോക പ്രശസ്തനായ ഏതൊരു സുവിശേഷകൻ ഇതാ കടന്നു വരാൻ പോകുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും കണ്ണും നല്ല നോക്കി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒഫീഷ്യലായി ഒരാളെ വെൽക്കം ചെയ്യുന്നത് പോലെ ഞാൻ അതിൻ്റെ സൈഡിലേക്ക് മാറി നിന്നിട്ട് പറഞ്ഞു, ഇതാ ഈ മനുഷ്യൻ കടന്നു വരാൻ പോകുന്നു. ഈ വ്യക്തിയാണ് ലോകത്തിൽ അനേക സുവിശേഷകരെ ഉയർത്തിയിട്ടുള്ളത്, അനേക സുവിശേഷകന്മാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹമാണ് ഇന്ന് നിങ്ങൾക്ക് ഈ യുവജന പ്രോഗ്രാം നടത്താൻ പോകുന്നത്. ഹിയർ ഐ വെൽക്കം ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഫ്രം ഹെവൻ റൈറ്റ് നൗ അപ്പോൺ ദ സ്റ്റേജ്.
പ്രിയപ്പെട്ടവരെ, I have seen a fire is going upon the people. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അഗ്നി ആ ഹോളിന് മേൽ വ്യാപരിച്ചു. പ്രിയപ്പെട്ടവരെ, നിന്ന ആൾക്കാർ മുഴുവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. കുട്ടികൾ നിലത്തേക്ക് പൊടുപൊടാന്ന് വീഴാൻ തുടങ്ങി. I don't know what happened. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി യുവജനങ്ങളുടെ മേൽ വ്യാപരിച്ചു. പിന്നത്തെ 3/4 മണിക്കൂർ സമയം, 1 മണിക്കൂറുള്ള സമയം പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ആരാധനയിലും പ്രാർത്ഥനയിലും മാത്രം കഴിച്ചു കൂട്ടി. പ്രിയപ്പെട്ടവരെ, ഡെലിവറൻസ് ഓൺ ദ സ്പോട്ടിൽ നടന്നു. നിന്ന നിമിഷം തന്നെ ആൾക്കാർക്ക് ഹീലിംഗ് കിട്ടാൻ തുടങ്ങി. കുട്ടികൾ വാവിട്ട് കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കരയുന്ന യുവജനത്തിന് അറിയുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനും കരഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ വളരെ വിഷമത്തോടെ എൻ്റെ പാട്ടുകാരനെ നോക്കി. അപ്പോൾ അവനും കരയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സിസ്റ്റേഴ്സ് എങ്കിലും ബാക്കി ഉണ്ടാവും. നോക്കിയപ്പോൾ അവരും കരയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിന്നെ ഞാൻ അച്ഛന്മാരെ നോക്കാൻ പോയില്ല. ഹല്ലേലൂയ. സ്നേഹത്തോട് പറയാമോ ഹല്ലേലൂയ? സ്നേഹത്തോട് പറയാമോ ഹല്ലേലൂയ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മുമ്പേ പോകും. ഹല്ലേലൂയ. ബട്ട് യു മസ്റ്റ് ഗോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ പാദം വയ്ക്കുവാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഗ്നി വ്യാപരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ആഫ്രിക്കയിൽ നിന്ന് വന്ന പ്രിയ ബഹുമാനപ്പെട്ട 2 വൈദികർ ഇവിടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. മിഷനുമായി ബന്ധപ്പെട്ട് പലയിടത്തും പരിചയമുള്ള ഭോപ്പാലിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അനേകർ ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇപ്പോഴും എന്നാലും ഞാൻ ഈ ആഫ്രിക്കയിൽ നിന്ന് വന്ന 2 വൈദികരെക്കുറിച്ച് നിങ്ങളോട് പറയാൻ കാരണം, ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ഇതേപോലൊരു ശുശ്രൂഷ ആഫ്രിക്കയിൽ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ ചില ആൾക്കാർ പറയും ഭാഷ വേണ്ടേ സഹോദര, ഭാഷ. ഇപ്പോൾ ഇവിടെ ആഫ്രിക്കയിൽ സുവിശേഷത്തിനായിട്ട് കടന്നു ചെന്ന മനുഷ്യന് എന്ത് ഭാഷ? ചില ആൾക്കാർ പറയും ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് നമുക്കറിയാം, പക്ഷെ അവർക്കോ? ഇപ്പോൾ ഇവിടെ ഇതുപോലൊരു ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾ കടന്നു ചെന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടുത്തെ സുവിശേഷകർ പറഞ്ഞു ഞങ്ങളിവിടെ ഞങ്ങളുടെ ബന്ധുക്കൾക്കായിട്ടൊരു ഗ്യാതറിങ് അറേഞ്ച് ചെയ്യാം, നിങ്ങൾ വരാമോ? കൂടുതലുണ്ടായിരുന്ന അച്ഛൻ പറഞ്ഞു ശരി, ഒരു കാര്യം ചെയ്യ്, ഞങ്ങളൊരു ധ്യാനം കഴിഞ്ഞ് ഈ വഴിക്ക് കടന്നു പോകുന്നുണ്ട്, ആ വഴിക്ക് കയറി 1/2 മണിക്കൂർ സംസാരിക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ആ ദിവസം ചെന്നപ്പോൾ സംഭവിച്ചത് 35 എന്ന് പറഞ്ഞ ആൾക്കാർ 350 പേരെ വിളിച്ചു കൂട്ടി. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ ഹല്ലേലൂയ? ഇപ്പോൾ ഇവിടെ ധ്യാന കേന്ദ്രത്തിന് മുറ്റത്തിറങ്ങി എനിക്ക് കൈയും കാലും പറിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എൻ്റെ കൂടുതൽ വന്ന ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അവിടെ കയറി ചെന്നു, അവിടെ ആരാധന എഴുന്നള്ളിച്ച് വെച്ചു, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചു. ഇപ്പോൾ ഇവിടെ ആരാധന ആരംഭിച്ചു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇവിടെ ഒരു മൈക്ക് കിട്ടി, എന്നാൽ പിന്നെ എന്തെങ്കിലും പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, എവിടെ നിന്നാണ് വന്നത് എന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഞങ്ങൾ 2 പേര് സ്റ്റേജിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കാഴ്ച കണ്ടു. പ്രിയപ്പെട്ടവരെ, എഴുന്നള്ളിച്ച് വെച്ച ദിവ്യകാരുണ്യത്തിൻ്റെ അരികിൽ നിന്നും ഒരു പ്രകാശ രൂപം ഇങ്ങോട്ട് നടന്നു വരുന്നു. ഹല്ലേലൂയ. ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറിപ്പോയ ആള് എന്താ പറയേണ്ടതെന്നുള്ള കാര്യം മറന്നുപോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അടുത്ത വചനം വായിലേക്ക് വന്നത്, അടുത്ത വാക്ക് വായിലേക്ക് വന്നത് ഇതായിരുന്നു: Let the Holy Spirit fire upon these people right now in Jesus' mighty name. പിന്നെ ഒരു വാക്കും പറയേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയ. രാത്രി 11 മണി വരെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുവാനായിരുന്നു സമയം. ഹല്ലേലൂയ. 11 മണി വരെ ആ സർവീസ് തുടർന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഭാഷ ഉണ്ടായിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് നല്ല ഭാഷാ ചാതുര്യം ഉണ്ടെന്നിരിക്കട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രിയപ്പെട്ടവനെ, ക്രിസ്തുവിന് നിൻ്റെ ഭാഷ ആവശ്യമില്ല. ഈ ലോകത്തിൽ നീ നേടിയതൊന്നും സുവിശേഷ പ്രവർത്തനത്തിനായി അവന് നിന്നിൽ നിന്നും ആവശ്യമില്ല. നിൻ്റെ നോളജ് ആവശ്യമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കർത്താവ് തിരഞ്ഞെടുത്തപ്പം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തത്. ഒരു രാത്രി മുഴുവൻ കർത്താവ് മലയുടെ മുകളിൽ പോയി പ്രാർത്ഥിച്ചു. എത്ര മണിക്കൂർ സമയം? 12 മണിക്കൂറോളം സമയം. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച കർത്താവ് തിരിച്ച് താഴെ ഇറങ്ങി വന്നിട്ട് കുറച്ച് പേരെ സെലക്ട് ചെയ്തു. അവരാണ് നമ്മുടെ അപ്പോസ്തലന്മാരായ 12 പേര്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ഒരു പുതിയ മിനിസ്ട്രി തുടങ്ങുവാണെങ്കിൽ ഒരു കള്ളനെ പിടിച്ച് കൂട്ടത്തിൽ മിനിസ്ട്രി ചേർക്കുമോ? ഹല്ലേലൂയ. വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരാളെങ്കിലും മിനിസ്ട്രി വേണമെന്ന് ആഗ്രഹിക്കത്തില്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കും കർത്താവ് ഈ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത്?
ശരിക്കും കർത്താവ് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു സെലക്ഷൻ നടത്തുമായിരുന്നു. പ്രാർത്ഥിച്ചോ എന്നുള്ളതാണ് സംശയം. ഹല്ലേലൂയ. കർത്താവ് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം തോന്നും, നമ്മുടെ കാര്യം പറഞ്ഞ പോലെ നൈറ്റ് വീച്ചിൽ ഒരുപക്ഷെ തുടങ്ങിക്കാണും, പിന്നെ സ്വാഭാവികമായിട്ടും പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ടുണ്ടല്ലേ, അപ്പോൾ പ്രാർത്ഥിച്ചു, ഉറങ്ങിയിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ എന്തായിരിക്കും കർത്താവ് പ്രാർത്ഥിച്ചത്? പ്രിയപ്പെട്ടവരെ, അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, ലോകം തിരഞ്ഞെടുക്കുന്നത് പോലെ തിരഞ്ഞെടുക്കാതെ അവിടുത്തെ ഹിതമനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ പിതാവേ എന്നെ ഒരുക്കണം. പിതാവേ, ലോകത്തിൻ്റെ തിരഞ്ഞെടുപ്പല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പെന്ന സകല ജനവും സകല കാലവും മനസ്സിലാക്കുവാൻ അവിടുന്ന് എനിക്കൊരു തിരഞ്ഞെടുപ്പിൻ്റെ വരം തരണം. ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് പറഞ്ഞു, അവിടെ ഇരിക്കുന്ന 3 ചേട്ടന്മാർ, അപ്പുറത്ത് വന്ന 4 ചേട്ടന്മാർ, പിന്നെ അവിടെ നിന്നുള്ള 2 പേര്. ഹല്ലേലൂയ. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കണ്ണി കണ്ടവരെയൊക്കെ വിളിച്ച് അവൻ അപ്പോസ്തലന്മാരാക്കി. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. സ്നേഹത്തിൽ പറയാമോ? ഹല്ലേലൂയ. കാരണം പ്രിയപ്പെട്ടവരെ, പ്രവൃത്തി അവരുടേതല്ലെന്നും സ്വർഗസ്ഥനായ പിതാവിൻ്റേതാണെന്നും എല്ലാ കാലവും ജനം അറിയുവാൻ, മറന്നു പോകാതിരിക്കുവാൻ മനുഷ്യ ദൃഷ്ടിയിൽ ഫോഷന്മാരായവരെ അവൻ വിളിച്ച് ദൗത്യം ഏൽപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഒരുപക്ഷെ ഒരു മിനിസ്ട്രി തുടങ്ങാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ഒരു പുതിയ ശുശ്രൂഷ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടും പലരോടും ചോദിക്കാൻ പറയുന്നത്, ബ്രദറെ, നമുക്ക് പറ്റിയ കുറച്ച് ആൾക്കാരെ പ്രിയപ്പെട്ടവരെ, മനുഷ്യ ദൃഷ്ടിയിൽ the best one is the worst one for the Lord. മനുഷ്യ ദൃഷ്ടിയിൽ പ്രിയപ്പെട്ടവരെ ഒരു ഉപകാരവും ഇല്ലെന്ന് കരുതുന്നവനായിരിക്കാം പ്രിയപ്പെട്ടവരെ വരും കാലങ്ങളിൽ കർത്താവ് എടുത്തുയർത്താൻ പോകുന്ന പ്രവാചകൻ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. സ്നേഹത്തോടെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പുതിയ പ്രവാചകന്മാരെയോ പുതിയ സുവിശേഷകന്മാരെയോ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിന് കാരണം മറ്റാരുമില്ല, നമ്മളാണ്. ഹല്ലേലൂയ. വരും കാലഘട്ടങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കാനുള്ള പ്രവാചകന്മാർ, വരും കാലഘട്ടങ്ങളിൽ സുവിശേഷത്തിന് തീയാകാനുള്ള അനേക പ്രവർത്തകർ പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പക്ഷേ ഈ സമയത്ത് നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇന്ന് ബീവറേജിൻ്റെ വാർക്ക് ക്യൂ നിൽപ്പുണ്ടാവും. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. പണ്ട് ഇതുപോലെ ബീവറേജിൻ്റെ വാർക്ക് ക്യൂ നിന്നവരിൽ നിന്നും പിടിച്ചുകൊണ്ടത് ധ്യാന കേന്ദ്രത്തിൽ കയറ്റിയവരാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകമറിയപ്പെടുന്ന പല സുവിശേഷകന്മാർ. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. പണ്ടൊരു ധ്യാനം കൂടിയിട്ട് മാനസാന്തരപ്പെടാതെ ഒരു ധ്യാനത്തിൽ വന്നിരുന്നിട്ട് ഏറ്റവും അധികം അസ്വസ്ഥത ഉണ്ടാക്കിയതിൻ്റെ പേരിൽ പ്രിയപ്പെട്ടവരെ വോളണ്ടിയേഴ്സ് ഇറക്കി വിട്ടവരാണ് പിന്നീട് ശുശ്രൂഷകരായി മാറിയത്. ഞാനതിലൊരാളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സുവിശേഷത്തിന് തീയായി മാറാനുള്ളവൻ പ്രിയപ്പെട്ടവരെ വഴിക്കവലകളിലുണ്ട്. വിവാഹ വിരുന്നിൻ്റെ ഉപമയിൽ ദൈവം നമ്മളോട് പറഞ്ഞതുപോലെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തെരുവീതികളിൽ ചെന്ന മുടന്തനെയും ചെവിടനെയും കണ്ണ് കാണാത്തവനെയും ഞൊണ്ടി നടക്കുന്നവനെയും പ്രിയപ്പെട്ടവരെ കണ്ടാൽ ഒരു ലുക്കും ഇല്ലാത്തവനെയും കണ്ടാൽ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലെന്ന് തോന്നുന്നവനെയും പ്രിയപ്പെട്ടവരെ വിളിച്ചുകൊണ്ടെന്ന് ധ്യാന കേന്ദ്രത്തിൽ കെട്ടണം. അപ്പോൾ നമുക്ക് കിട്ടും വരാൻ പോകുന്ന കാലഘട്ടത്തിൽ തീയായി മാറുവാൻ പോകുന്ന പുതിയ അഭിഷേകത്തിന് തീയും കൊണ്ട് കടന്നു വരാൻ പോകുന്ന ദൈവം തിരഞ്ഞെടുത്ത് കാത്തുവച്ചിരിക്കുന്ന പുതിയ സുവിശേഷം. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. സ്നേഹത്തോടെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നിമിഷം നമുക്കൊരു തീരുമാനമെടുക്കാം. ഇനിയും ഈ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അടുത്ത കോൺഫറൻസ് എന്നാ ബ്രദർ എന്ന് ആരും ചോദിക്കരുത്. ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടെ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സെയിൽസിൽ ടാർഗറ്റ് ഉണ്ടെങ്കിൽ മാസാമാസം ശമ്പളം വേണ്ടവൻ മാസാമാസം ജോലി ചെയ്യേണ്ടതുപോലെ പ്രിയപ്പെട്ടവരെ, യേശുവിലേക്ക് കടന്നു വന്ന നാം, ആത്മാക്കളെ നേടുവാനായി ഇറങ്ങി തിരിച്ച് നാം പ്രിയപ്പെട്ടവരെ എല്ലാ മാസവും എല്ലാ ദിവസവും ആത്മാക്കളെ നേടുവാൻ ഉത്തരവാദിത്തമുള്ളവനാണെന്നുള്ള ബോധ്യത്തോടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ തീരുമാനമെടുക്കാം. ഹല്ലേലൂയ. സ്നേഹത്തോടെ പറയാമോ? ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു മാസം നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിലും ഏറെ ആത്മാക്കളെ നേടിക്കൊണ്ട് നീ ഇറങ്ങി തിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കർത്താവ് നിനക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ബോണസും അലവൻസും ഒക്കെ കുടുംബത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. ഇനിയും വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടി പോലും പ്രിയപ്പെട്ടവരെ നാം ഇനി പ്രാർത്ഥിക്കരുത്. ഹല്ലേലൂയ. നിൻ്റെ രോഗമോ നിൻ്റെ വീട്ടിലെ അവസ്ഥയോ സാമ്പത്തിക കടബാധ്യതയ്ക്കോ വേണ്ടി പ്രാർത്ഥിക്കരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനിത് ഒരു എതിർപ്പായി പറയുകയല്ല, മറിച്ച് നീ നിൻ്റെ കർത്തവ്യം നിറവേറ്റുമ്പോൾ നിനക്ക് വേണ്ടുന്നതെല്ലാം തരുവാൻ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും.